ഹായ്. യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്നതും ഈ ചരിത്രവും സൗന്ദര്യവും ഒക്കെ ഒരുപോലെ ഇഴചേർന്ന് നിൽക്കുന്നതുമായ സ്പെയിനിലെ ഒരു തീരദേശ സ്ഥലമായ കാഡിസിലാണ് ഞാൻ ഇന്നുള്ളത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന നഗരമാണ് കാഡിസ്. ചരിത്രവും സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന സ്പെയിനിലെ മനോഹരമായ തീരദേശ നഗരമാണിത്. അറ്റ്ലാന്റിക് സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഈ നഗരത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ്. പഴയ കാലത്തെ വളരെ മനോഹരമായ ധാരാളം കെട്ടിടങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. മുന്നോട്ട് പോകുമ്പോൾ ധാരാളം റെസ്റ്റോറൻറ്റുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. കാഡിസ് ഒരു തീരദേശ നഗരമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭക്ഷണം കൂടുതലായും കടലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതാണ് കാഡിസിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ കാഡിസ് കത്തീഡ്രൽ. ഇതിൻ്റെ ഗോളാകൃതിയിലുള്ള മഞ്ഞ ഡോമും ക്ലാസിക് ആർക്കിടെക്ചറും ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. ഏകദേശം 18-ാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി പണിതത്. ഇതൊരു പ്രത്യേക ഭംഗിയാണ് ഈ പള്ളി കാണാൻ തന്നെ. ഇതിൻ്റെ ചുറ്റും ധാരാളം കടകളും ബാറുകളും റെസ്റ്റോറൻറ്റുകളും നമുക്ക് കാണാൻ സാധിക്കും. പള്ളിയുടെ ഒരു സൈഡിലേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ബീച്ചിലേക്ക് എത്തും. പള്ളിയുടെ തൊട്ട് പുറകിലായിട്ടാണ് ബീച്ച്, അവിടെയാണ് ബീച്ച്. ഈ കാഡിസില് ഞാൻ ആദ്യമായിട്ടല്ല വരുന്നത്. ഇതിനു മുന്നേ വന്നപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ യൂട്യൂബിലുണ്ട്, ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം. ഇതാണ് നമ്മൾ മുമ്പേ കണ്ട പള്ളി. പള്ളിയുടെ അവിടെ നിന്ന് പുറകിലേക്ക് വരുമ്പോൾ ആണ് ഇവിടുത്തെ ബീച്ച് ഉള്ളത്. കണ്ടോ? കാഡിസിലെ ഏറ്റവും ഫേമസ് ആയ ബീച്ചാണിത്. ഹോളിവുഡ്, ജെയിംസ് ബോണ്ട് സിനിമകളിലൊക്കെ ഈ ബീച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ബീച്ചിൻ്റെ രണ്ട് വശത്തുമായിട്ട് രണ്ട് പഴയ കോട്ടകളുണ്ട്. സമയം കുറവായതിനാൽ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധിച്ചില്ല. ബീച്ചിൻ്റെ അവിടെ നിന്ന് ഞാൻ പതിയെ തിരിച്ചു പോവാണ്. കുറച്ചുകൂടെ മാറിയ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ധാരാളം കുറെ ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട്. ചെറിയ ഇടുങ്ങിയ കുറെ ഷോപ്പിങ്ങിന് പറ്റിയ നല്ല സ്ട്രീറ്റുകൾ. ചുമ്മാ അതിലേക്കൊന്ന് കറങ്ങി നടക്കാം നമുക്ക്. ഞാൻ പതിയെ ഇവിടെ നിന്ന് തിരിച്ച് ഷിപ്പിലേക്ക് പോവാണ്. 10 മിനിറ്റ് നടക്കാനുണ്ട് ഷിപ്പിലേക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.